ഞങ്ങൾ നാഷണൽ പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്, പിന്തുണയെങ്കിൽ അത് പരസ്യമാണ്. മത്സരിക്കുന്നിടത്ത് അത്തരത്തിലൊരു ചർച്ചക്കും പ്രസക്തിയില്ല. യഥാർത്ഥത്തിൽ നിങ്ങളീ പറയുന്ന ആരോപണം UDF നടത്തുന്ന ഒരു നുണപ്രചരണമാണ്. വിജയപരാജയത്തെ നിർണ്ണയിക്കുന്ന ഒരു വോട്ട് ഷെയർ ഇപ്രാവശ്യം SDP മണ്ഡലത്തിലുണ്ടാകും. റിയാസ് മുക്കോളി എന്ന് പറയുന്ന മനുഷ്യൻ കഴിഞ്ഞ 5 വർഷം വിയർപ്പൊഴുക്കി പണിയെടുത്ത് അദ്ദേഹത്തിൻ്റെ രക്തവും വിയർപ്പും ഈ മണ്ണിൽ ഇപ്പോഴും ഉണ്ട്. ആ ഒരു മനുഷ്യനെ രക്തസാക്ഷിയാക്കിയിട്ടാണ് പണാധിപത്യത്തിൻ്റെ പ്രതിനിധിയായിട്ട് ഒരു മനുഷ്യൻ സ്ഥാനാർത്ഥി വന്നിരിക്കുന്നത്. പ്രവർത്തകർ ഒരിക്കലും ഒരു തരത്തിലുള്ള കച്ചവടമോ മറ്റോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് മാത്രമല്ല, SDP അങ്ങനെ ഒരു പരിപാടിയുമില്ല. തിരഞ്ഞെടുപ്പ് അതിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് എത്തുമ്പോൾ മത്സര പോരാട്ടം കൂടുകയാണ്. പട്ടാമ്പി മണ്ഡലവും ഒട്ടും പിറകിലല്ല. ഓരോ മുന്നണികളും അവരുടെ ശക്തി തെളിയിക്കുന്നുണ്ട്. എങ്ങനെ പോകുന്നു SDP അവസാനഘട്ട പര്യടനവും പ്രചരണവും ഒക്കെ? SDP സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് ഞാൻ 2 ദിവസം മുമ്പ് ഒരു ബൈറ്റ് നിള 24 തന്നിരുന്നു. ആ ഘട്ടത്തിൽ തന്നെ SDP സംബന്ധിച്ചിടത്തോളം പട്ടാമ്പി മണ്ഡലത്തിൻ്റെ ഏറെക്കുറെ എല്ലാ പ്രദേശങ്ങളിലും വളരെ നല്ല റെസ്പോൺസാണ് കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ പ്രധാന കാരണം SDP ഒരു മുഖ്യധാര രാഷ്ട്രീയ പാർട്ടിയായി മാറുന്നു എന്നുള്ള ലക്ഷണങ്ങൾ നാട്ടിലെ ജനങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ ഒരാഴ്ചയായി സാധാരണ ഒരു ഇലക്ഷൻ ഹസ്റ്റിങ്ങിൽ, ഒരു ഇലക്ഷൻ പ്രചാരണങ്ങളിൽ കാണുന്ന ഒരു സംഗതിയല്ല കാണുന്നത്, മറിച്ച് SDP കേന്ദ്രീകരിച്ചുള്ള ചർച്ചകളാണ് കാണുന്നത്. അതൊക്കെയാണ് SDP ഒരു കേരളത്തിലെ അവഗണിക്കാൻ പറ്റാത്തൊരു പാർട്ടിയാണെന്നുള്ളൊരു ചിത്രം അത് നമ്മുടെ പട്ടാമ്പി മണ്ഡലത്തിലും പ്രതിഫലിക്കുന്നു എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്. നിങ്ങൾ തന്നെ സൂചിപ്പിച്ചു, SDP ചൊല്ലിയിട്ടുള്ള ഒരു തർക്കം അത് ശ്രദ്ധിച്ചു കാണും. LDF UDF മുന്നണികൾ തമ്മിൽ അങ്ങനെ ഒരു വാക്തർക്കമുണ്ട്. UDF സ്ഥാനാർത്ഥി ഉന്നയിച്ചിരുന്നു SDP വോട്ട് LDF കാൻഡിഡേറ്റിന് പോകും എന്നുള്ള കാര്യം. അതിനെക്കുറിച്ച്, ആ ഒരു വിവാദത്തെക്കുറിച്ച് എന്ത് പറയുന്നു? ഞാൻ ആ വിവാദത്തിൻ്റെ വിഷയത്തിലേക്ക് വരുന്നതിൻ്റെ ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയാണ്. ഇപ്പോൾ കേരളത്തിൽ എന്തുകൊണ്ടാണ് SDP ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ കഴിഞ്ഞ കുറേ തെരഞ്ഞെടുപ്പുകളിൽ, പ്രത്യേകിച്ച് 2 തെരഞ്ഞെടുപ്പ്, UDF കഴിഞ്ഞ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം നടത്തി. അന്ന് SDP UDF പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. യഥാർത്ഥത്തിൽ UDF പിന്തുണ, ഇന്ത്യ ബ്ലോക്കിനായിരുന്നു. ഇന്ത്യ മുന്നണി BJPക്കെതിരെ ശക്തമായ ഒരു സംവിധാനം ഉണ്ടാവണമെന്ന നിലക്കാണ് ഇന്ത്യ മുന്നണിക്ക് കൊടുത്ത പിന്തുണയുടെ ഭാഗമായിട്ടാണ് കേരളത്തിൽ അവർക്ക് പിന്തുണ കൊടുത്തത്. അതിനുശേഷം UDF SDP വോട്ട് വേണ്ട, SDP പിന്തുണ വേണ്ട എന്ന് പരസ്യമായ ഒരു പ്രഖ്യാപനം നടത്തുകയാണ്. പക്ഷേ നമ്മൾ രാഷ്ട്രീയ തീരുമാനമായതുകൊണ്ട് UDF വിജയിപ്പിക്കുക എന്നതിനപ്പുറം BJP തടയുക എന്നുള്ളൊരു പോളിസിയാണ് അവിടെ നമ്മൾ നടപ്പിലാക്കിയത്. കഴിഞ്ഞ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ SDP പരാജയപ്പെടുത്താൻ വേണ്ടി എല്ലാ അർത്ഥത്തിലുള്ള ഗൂഢാലോചനകളും UDF നേതൃത്വത്തിൽ നടന്നു. അതൊരു സമുദായ പാർട്ടിക്ക് അതിൽ ചെറുതല്ലാത്ത റോളുണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്. ആ ഇലക്ഷന് ശേഷം നേരത്തെ ഉണ്ടായിരുന്ന ചില കീഴ്വഴക്കങ്ങളുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ, പ്രസിഡന്റ്, പഞ്ചായത്ത് ഭരണസമിതിയുടെ പ്രസിഡന്റിലേക്കുള്ള തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിൽ SDP പിന്തുണയോടുകൂടി ഒരു കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് വന്നാൽ ഉടനെ രാജിവെക്കാൻ പറയുക, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻഷിപ്പ് വരെ രാജിവെപ്പിക്കുക, ഇങ്ങനെ SDP അയിത്തം പ്രഖ്യാപിച്ച് SDP ബഹിഷ്കരിക്കാനുള്ള ഒരു ശ്രമം പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ നേതൃത്വത്തിൽ കൃത്യമായി കേരളത്തിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ അവർ പ്രതിരോധത്തിലാണ്. കാരണം SDP രാഷ്ട്രീയ പാർട്ടിയാണ് എന്ന് ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ അടിസ്ഥാനം, ഈ ആരോപണത്തിൻ്റെ അടിസ്ഥാനം അവിടെയാണ്. UDF ഈ തരത്തിലുള്ള കഴിഞ്ഞ കാലത്തെ പാർട്ടിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഇല്ലാത്ത നുണപ്രചരണങ്ങൾക്കെതിരെ ശക്തമായി SDP പ്രതികരിക്കാൻ തുടങ്ങിയപ്പോൾ, SDP ഭാഗത്തുനിന്നൊരു വേദന, ഒരു പ്രഹരം ഈ തെരഞ്ഞെടുപ്പിൽ വരുന്നു മനസ്സിലായപ്പോൾ അതിൻ്റെ ഭാഗം കേരളത്തിലുടനീളം നടക്കുന്ന ഒരു പ്രചരണത്തിൻ്റെ ചെറിയ രൂപമാണ് പട്ടാമ്പി മണ്ഡലത്തിൽ നമ്മൾ കാണുന്നത്. ഇനി ഇവിടുത്തെ വിഷയങ്ങളിലേക്ക് വരാം. പട്ടാമ്പിയെ സംബന്ധിച്ചിടത്തോളം LDF കഴിഞ്ഞ പ്രാവശ്യം SDP മത്സരിച്ചിരുന്നു. ഞാൻ തന്നെയാണ് സ്ഥാനാർത്ഥിയായിട്ടുണ്ടായിരുന്നത്. 3000 വോട്ടുകൾ ഞങ്ങൾ കിട്ടിയിട്ടുണ്ട്. SDP കേഡർ വോട്ടുകൾ, പ്രവർത്തകരുടെ, അനുഭാവികളുടെ, ഈ രാഷ്ട്രീയ SDP മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തെ സ്നേഹിക്കുന്ന ആളുകളുടെ വോട്ട് ഞങ്ങൾ നേരത്തെയും കിട്ടിയിട്ടുണ്ട്. അത് ഇപ്രാവശ്യം SDP കേവലമായ പാർട്ടി വോട്ട് മാത്രമായിരിക്കില്ല ഇപ്രാവശ്യം ലഭിക്കുക. ഇപ്രാവശ്യം ഞങ്ങൾ കഴിഞ്ഞ ബൈറ്റിൽ തന്നെ പറഞ്ഞതുപോലെ വിജയപരാജയത്തെ നിർണ്ണയിക്കുന്ന ഒരു വോട്ട് ഷെയർ ഇപ്രാവശ്യം SDP മണ്ഡലത്തിലുണ്ടാകും.
ഇപ്പോൾ ഞാനിപ്പോൾ ഓങ്ങല്ലൂരിലേക്കാണ് പോകുന്നത്. ഓങ്ങല്ലൂരിലാണ് ഏറ്റവും കൂടുതൽ ഞങ്ങൾ പ്രചാരണം നടത്തിയിട്ടുള്ളത്. ഞങ്ങളുടെ പാർട്ടി വോട്ടും അനുഭാവികളുടെയും കുടുംബങ്ങളുടെയും വോട്ട് ഉറപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഓങ്ങല്ലൂരിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഒന്നാമത്തെ അജണ്ട. ഓങ്ങല്ലൂരിനെ സംബന്ധിച്ച് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഓങ്ങല്ലൂരിലെ SDPI പ്രവർത്തകർ CPM-ന് LDF-ന് വേണ്ടി പ്രത്യക്ഷമായി വോട്ട് ചോദിക്കുന്നു എന്നുള്ളതാണ്. അതിന് സോഷ്യൽ മീഡിയയിൽ അടക്കം അവർ പോസ്റ്റ് വരെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് എന്ത് പറയുന്നു? അപ്പോൾ അതൊരു ഡീലല്ലേ? യഥാർത്ഥത്തിൽ നിങ്ങൾ ഈ പറയുന്ന ആരോപണം UDF നടത്തുന്ന ഒരു നുണപ്രചരണമാണ്. കാരണം ഒരു പോസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാൻ കഴിയുമോ? ഏതെങ്കിലും SDPI പ്രവർത്തകൻ മുഹസിന് വോട്ട് ചോദിച്ചുകൊണ്ട് ക്യാമ്പയിൻ നടത്തുമെന്ന് നിങ്ങൾ കാണിച്ചു തരാൻ കഴിയില്ല. കാരണം SDPI പ്രവർത്തകർ അങ്ങനെ ആടുന്ന ആളുകളല്ല. സ്വാഭാവികമായും 5000-ഓളം ആളുകൾ കഴിഞ്ഞ ലോക്കൽ ബോർഡിൽ SDPIക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ SDPIക്ക് നല്ല വിജയസാധ്യതയും ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവിടെയുള്ള കോൺഗ്രസിലും LDF-ലും പെട്ട ധാരാളം അനുഭാവികൾ വരെ SDPI ജയിക്കുമെന്ന് കണ്ടപ്പോൾ പാർട്ടിയുടെ കൂടെ നിന്നിട്ടുണ്ട്. ആ ഒരു വലിയ വിഭാഗത്തിൽ ഒരു ചെറിയ വിഭാഗം ഒരു പക്ഷേ SDPIക്ക് പ്രാവശ്യം വോട്ട് തന്നു എന്ന് വരില്ല. കാരണം മുഹസിനോടുള്ള പേഴ്സണലി അറ്റാച്ച്മെൻറ്റുള്ള കുടുംബ ബന്ധമുള്ള ആളുകളുടെ വോട്ടുകൾ സ്വാഭാവികമാണ്. രാഷ്ട്രീയത്തിൽ നമുക്കറിയാം ഇതൊക്കെ കുടുംബം വ്യക്തിബന്ധമൊക്കെ ഒരു ഫാക്ടറാണ്. ആ നിലക്ക് ഞങ്ങൾക്ക് ഒരു പക്ഷേ ചെറിയ ഡാമേജ് അവിടെ ഇല്ല എന്ന് ഞങ്ങൾക്ക് ഡാമേജ് അല്ല, സ്വാഭാവികമായും മുഹസിൻ ആയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കുടുംബവും സംഗതിയൊക്കെ വരാം. പക്ഷേ ഓങ്ങല്ലൂരിൽ ഇപ്രാവശ്യം കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ SDPIയുടെ വോട്ട് ഷെയർ വർദ്ധിക്കുന്ന പാർട്ടി അടുത്ത പഞ്ചായത്ത് ഭരണസമിതി അവിടെ SDPI വരാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ പ്രവർത്തകർ ഒരിക്കലും ഒരു തരത്തിലുള്ള കച്ചവടമോ മറ്റോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് മാത്രമല്ല SDPIക്ക് അങ്ങനെ ഒരു പരിപാടിയുമില്ല. ഞങ്ങൾ നാഷണൽ പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്, പിന്തുണയെങ്കിൽ അത് പരസ്യമാണ്. മത്സരിക്കുന്നിടത്ത് അത്തരത്തിലുള്ളൊരു ചർച്ചക്കും പ്രസക്തിയില്ല. ഇവിടെ SDPI ശക്തമായ രീതിയിൽ മത്സരം നടത്തും എന്ന് തന്നെയാണ് പറയുന്നത്. ഇവിടെ UDF കാൻഡിഡേറ്റിന്റെ പ്രസ്താവന അല്ലെങ്കിൽ അയാൾ ഉയർത്തുന്ന വെല്ലുവിളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവർ പുറത്തുവിടാൻ തയ്യാറാണ് തെളിവുകൾ എന്നുള്ളതാണ്. LDF SDPI ബന്ധം, ആ സഖ്യം, അതിന്റെ തെളിവുകൾ കയ്യിലുണ്ട്, വേണമെങ്കിൽ അത് പുറത്തുവിടും എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ പ്രതികരിക്കുന്നു. പുറത്തുവിടട്ടെ, അദ്ദേഹത്തിന്റെ കയ്യിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ UDF വലിയ പ്രതിസന്ധിയിലാണ്. മാക്സിമം ഫ്ലക്സ് ബോർഡുകളും പോസ്റ്ററുകളും എല്ലാ വീടാന്തരം കൊടുക്കാൻ അവർക്ക് കഴിയും. കാരണം അവർക്ക് പണമുണ്ട്. പണാധിപത്യത്തിൻ്റെ വിജയമാണ് UDF-നകത്ത് ഇപ്പോൾ പ്രകടമായിരിക്കുന്നത്. റിയാസ് മുക്കോളി എന്ന് പറയുന്ന മനുഷ്യൻ കഴിഞ്ഞ 5 വർഷം വിയർപ്പൊഴുക്കി പണിയെടുത്ത് അദ്ദേഹത്തിൻ്റെ രക്തവും വിയർപ്പും ഈ മണ്ണിൽ ഇപ്പോഴും ഉണ്ട്. ആ ഒരു മനുഷ്യനെ രക്തസാക്ഷിയാക്കിയിട്ടാണ് പണാധിപത്യത്തിൻ്റെ പ്രതിനിധിയായിട്ട് ഒരു മനുഷ്യൻ സ്ഥാനാർത്ഥി വന്നിരിക്കുന്നത്. അദ്ദേഹം ആരോപണങ്ങൾ അദ്ദേഹം പറയാൻ തയ്യാറാവുകയില്ല. കാരണം ഒരു തെളിവും അദ്ദേഹത്തിൻ്റെ കയ്യിലില്ല, ഉണ്ടാവുകയുമില്ല. SDPI അങ്ങനെ രഹസ്യമായി ഡീല് നടത്തുന്ന ഒരു പാർട്ടിയല്ല. അത് ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം. കഴിഞ്ഞ 17 വർഷത്തെ ഞങ്ങളെ പാരമ്പര്യമുണ്ട്. തെളിവ് വരട്ടെ. അദ്ദേഹത്തിനെതിരെയുള്ള ഇത്തരത്തിലുള്ള ആരോപണങ്ങളെ മറച്ചു വെക്കാനുള്ള ഒരു ശ്രമം മാത്രമാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾക്ക് പിറകിൽ എന്നാണ് പറയാനുള്ളത്. പൊതുവിൽ നിലനിൽക്കുന്ന ഒരു ആക്ഷേപമാണ് കഴിഞ്ഞ തവണകളിൽ SDPIയുടെ വോട്ട് LDF-ന് കിട്ടിയിട്ടുണ്ട്, അത് അവരുടെ ആ ഒരു വിജയത്തിൽ അതും പങ്കുവഹിച്ചിട്ടുണ്ട് എന്നുള്ളത്. അതിനെ നിഷേധിക്കുന്നു അതോ? അല്ല, കഴിഞ്ഞ പ്രാവശ്യം 17,000 വോട്ടിൽ പരം ഭൂരിപക്ഷത്തിനല്ലേ മുഹസിൻ വിജയിച്ചത്. അതെ. SDPIക്ക് കഴിഞ്ഞ വർഷം 3000 വോട്ടുകളാണ് കിട്ടിയത്. എങ്ങനെയാണ് SDPIയുടെ ഷുവർ വോട്ടുകൾ കിട്ടി? SDPIയുടെ ഷുവർ വോട്ടുകൾ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പാർട്ടി കേഡർമാരുടെ കുടുംബങ്ങളുടെ അനുഭാവികളുടെ വോട്ട് ലഭിച്ചിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ പ്രാവശ്യം ഇപ്പോൾ 3 മെമ്പർമാരിൽ 5 മെമ്പർമാർ മാറിയെന്ന് മാത്രമല്ല, ഇപ്പോൾ കുൽക്കല്ലൂർ പഞ്ചായത്തിൽ, മുതുതല പഞ്ചായത്തിൽ, തിരുവേഗപ്പുറ പഞ്ചായത്തിൽ ഒക്കെ SDPIയുടെ വോട്ട് ഷെയർ വർദ്ധിച്ചിരിക്കുന്നു. ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിച്ച സ്ഥാനാർത്ഥികളുടെ വോട്ട് ഷെയർ വർദ്ധിച്ചിരിക്കുന്നു. ഇപ്രാവശ്യം പാർട്ടിക്ക് കൂടുതൽ, പുതിയ കാലത്ത് പാർട്ടിക്ക് കൂടുതൽ ആളുകൾക്കിടയിൽ സ്പേസ് കിട്ടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. ഒരു 10,000 വോട്ടെങ്കിലും ഇപ്രാവശ്യം പട്ടാമ്പി മണ്ഡലത്തിൽ SDPIക്ക് ഉണ്ടാകുമെന്നുള്ള ഉറച്ച ബോധ്യം ഞങ്ങൾക്കുണ്ട്. അത് മെയ് 4 റിസൾട്ട് വരുമ്പോൾ മനസ്സിലാവും. ഇപ്പോൾ ഈ പറയുന്ന ചർച്ചകളൊക്കെ അന്ന് അവസാനിക്കുമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത്തവണ SDPIയുടെ ഷുവർ വോട്ടുകൾ എവിടെയും പോവില്ല. SDPIയുടെ ഷുവർ വോട്ടുകൾ എന്ന് മാത്രമല്ല, SDPIയുടെ പ്രവർത്തകരെയും അനുഭാവികളുടെ ഉൾപ്പെടെ ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളെ വരെ ഞങ്ങൾ നേരിട്ട് കണ്ട് അവരോട് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഇവിടെ പല ആളുകളും വലിയ റോഡ് ഷോയും നടത്തിയിട്ട് ആകാശത്തു കൂടെ അവർ വോട്ട് ചോദിച്ച് കൈ കാണിച്ചു പോകുമ്പോൾ ഞങ്ങൾ കൈ കൊടുക്കുകയാണ് ഓരോ വോട്ടർക്കും. മാക്സിമം വോട്ടർമാരെ കണ്ട് അവരെ വോട്ടുറപ്പിക്കാനുള്ള അവരുടെ പിന്തുണയും സ്നേഹവും SDPIയുടെ ഭാഗത്ത് കൊണ്ടുവരാനുള്ള നേർക്കുനേരെ വോട്ടറുടെ ഹൃദയം ടു ഹൃദയം, ചുണ്ടിൽ നിന്ന് ചെവിയിലേക്ക് ആണ് ഞങ്ങൾ സന്ദേശങ്ങൾ കൈമാറിക്കൊണ്ടിരിക്കുന്നത്. പട്ടാമ്പിക്ക് 10
പത്തരമാറ്റു സമ്മാനിച്ചുകൊണ്ട് ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾക്കും ഡയമണ്ട് ആഭരണങ്ങൾക്കും മാത്രമായി ജില്ലയിലെ ആദ്യത്തെ എക്സ്ക്ലൂസീവ് ഷോറൂം ഓസ്ര ഗോൾഡൻ ഡയമണ്ട്സ്, പെരിന്തൽമണ്ണ റോഡ്, പട്ടാമ്പി.